ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റെവലേഷൻ സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മൾ ഇതുവരെ 4 മുദ്ര വരെ നമ്മൾ പഠിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് 5ാം മുദ്രയിലാണ്. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. വളരെ ആഴമേറിയ പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങൾ വാർത്തയുടെ പിതാവേ, അടിയൻ്റെ സന്നിധിയിലേക്ക് പിതാവെ കടന്നു വരുന്നു. പിതാവെ, അടിയൻ പറയുന്നത് ദൈവം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമാകുവാൻ, ഇത് കേൾക്കുന്നതിൻ്റെ ജനത്തോട് സംസാരിക്കുന്നതും അത് എന്നോടുകൂടി സംസാരിക്കുന്നതാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടെ എനിക്കിത് പറയാനായിട്ട് എന്നെ സഹായം പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന പ്രതിസന്ധികൾ നേരിടുവാൻ അടിയങ്ങളെ എല്ലാവരും ശക്തീകരിച്ച് നിൻ്റെ ആത്മാവിൽ നിറയ്ക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാമത്തെ മുദ്രയാണ്. ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 5ാമത്തെ മുദ്ര വളരെ ദൈർഘ്യമേറിയ ഒരു പഠനമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ 2 എപ്പിസോഡിലായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ 2 എപ്പിസോഡും 5ാമത്തെ മുദ്ര പഠിക്കുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. വെളിപ്പാട് പ്രവചനം 6ാം അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അവൻ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് വെൻ യു ആർ ഓപ്പൺ ദി 5th seal, I saw under the altar the souls of them that were slain for the word of God and for the testimony which they held. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു, സാക്ഷി ചെയ്ത് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു. യാഗപീഠം എന്ന്, പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ അൾട്ടർ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പീഠം എന്ന് പറയുള്ളൂ. അത് യാഗപീഠമാകാം, ധൂപപീഠമാകാം. ഇംഗ്ലീഷിൽ നിന്നും അല്ലെങ്കിൽ അത് യഥാർത്ഥ പരിഭാഷപ്പെടുത്തി എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു പീഠം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് യാഗപീഠമാണോ ധൂപപീഠമാണോ നമുക്കറിയത്തില്ല. അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് എന്തായിട്ട് എടുക്കുന്നു? വെറും പീഠം. മലയാളത്തിൽ പരിഭാഷയിൽ വന്നത് തെറ്റാണ്. ആ വാക്യം അനുസരിച്ച് അത് യാഗപീഠമല്ല, അത് വെറും പീഠമാണ്. 10ാമത്തെ വാക്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഈ വാക്യം, ഈ മുദ്ര നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ മുദ്രയിൽ കാണുന്നത്, ഇതുവരെ നമ്മൾ 4 കുതിരകളാണ് കണ്ടത്. പക്ഷേ ഇവിടെ വളരെ വ്യത്യാസമായി വേറൊരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പീഠത്തിൻ്റെ കീഴിൽ അറുക്കപ്പെട്ട ആത്മാക്കൾ, ദൈവവചന ഹേതുവായും സാക്ഷി ഹേതുവായും അറുക്കപ്പെട്ട ആത്മാക്കൾ, അവർ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എത്രത്തോളം അടിയങ്ങളോട് പ്രതികാരം നടത്താതിരിക്കും, എത്രത്തോളം നമുക്ക് ന്യായം നടത്തി തരാതിരിക്കും. അപ്പോൾ ഇവിടെ ആത്മാക്കളെ കാണുന്നു. ആത്മാക്കൾ ദൈവത്തോട് നിലവിളിക്കുന്നു. ഈ വാക്യം എടുത്തിട്ട് ചില സഹോദരന്മാർ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത്, ഈ തിരുവചനം ആത്മാക്കളുടെ നിത്യത അല്ലെങ്കിൽ അവർക്ക് മരണമില്ല എന്ന് തെളിയിക്കുന്നതാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയോടെ തന്നെ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്നുള്ള ഉപദേശം സ്ഥിരീകരിക്കുന്ന ഒരു വാക്യമാകുന്നു ഇത് എന്ന് അവർ പ്രസ്താവിക്കുന്നു. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതുതന്നെയാണ്. എന്താകുന്നു ഈ ആത്മാവെന്ന് കാണിക്കുന്നത്? നമ്മൾ ഈ വാക്യത്തെ, ഈ 5ാമത്തെ മുദ്ര ഇനിയുണ്ടല്ലോ വാക്യങ്ങൾ, ഈ 5ാമത്തെ മുദ്ര മുഴുവൻ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഇതൊക്കെയാണ് ആ ചോദ്യങ്ങൾ. ആത്മാക്കൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏത് അർത്ഥത്തിലാണ് ആത്മാക്കൾ നിലവിളിച്ചത്? അപ്പോൾ ദൈവം നമ്മളോട് വ്യക്തമാക്കുകയാണ് എന്താണ് ആത്മാക്കൾ. നമ്മൾ മനസ്സിലാക്കുന്ന ദൈവവചനത്തിൽ കൂടി ആത്മാക്കൾ നിലവിളിക്കുന്ന എന്താകുന്നു എന്ന് മനസ്സിലാക്കണം. 2ാമത്തെ ചോദ്യം, ഈ ആത്മാക്കൾ ഏത് പീഠത്തിന് കീഴിലായിരുന്നു? ഞാൻ ആദ്യം വാക്യം വായിച്ചപ്പോൾ എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിൽ അൾട്ടർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് യാഗപീഠം, അൾട്ടർ സാക്രിഫൈസ് എന്ന് വായിക്കാൻ സാധിക്കും. നമ്മൾ യഥാർത്ഥ തിരുവചന പ്രകാരം നമ്മൾ വെറും പീഠമായിട്ട് എടുക്കുകയാണ്. ആ പീഠം യാഗപീഠമാണോ ധൂപപീഠമാണോ എന്ന് നമ്മൾ പഠിക്കും, സ്ഥിരീകരിക്കും. എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്? രക്തസാക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. എന്നാൽ നമ്മൾ അതിൽ ചിന്തിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്? രക്തസാക്ഷി അല്ലെങ്കിൽ മാർട്ടിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഭാ ചരിത്രത്തിൻ്റെ ഏത് കാലഘട്ടമാണ് ഈ രംഗം വിവരിക്കുന്നത്? നമ്മൾ എല്ലാ മുദ്രയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ ഏത് കാലഘട്ടമാണ്? വെള്ള നിലയങ്കി അല്ലെങ്കിൽ ദ വൈറ്റ് റോപ്പ്, അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു?
അല്പകാലം കൂടെ വിശ്രമിക്കാൻ രക്തസാക്ഷികളോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് തിരുവചനത്തിൽ മാത്രം കാണാം. അത് കർത്താവ് യഹോവേ ദൈവം ഇതിന് മറുപടി നൽകുന്നു ഈ നിലവിളിയോട്. അപ്പോൾ പറയുന്നതാണ് അല്പകാലം കൂടെ നിങ്ങൾ വിശ്രമിക്കാൻ. ആ വാക്യത്തിൽ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒന്നിൽ കൂടുതൽ രക്തസാക്ഷികളുണ്ടോ? ഇവിടെ കാണുന്ന ഒരു കൂട്ടം രക്തസാക്ഷികൾ മാത്രമാണ്. അത് ഇതിൽ കൂടാതെ വേറെ ഒരു കൂട്ടം കൂടെ ഉണ്ട്. അവരുടെ അപേക്ഷയ്ക്ക് എപ്പോൾ എങ്ങനെ ഉത്തരം ലഭിക്കും? ദൈവമേ നീ എത്രത്തോളം പകരം ചെയ്യാതിരിക്കും എന്നുള്ള നിലവിളിയോട് ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അത് എപ്പോൾ സംഭവിക്കും, അതിന് എങ്ങനെയായിരിക്കും അതിനുള്ള ഉത്തരം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്കിവിടെ ഉത്തരം കണ്ടെത്താം. ആത്മാക്കൾക്ക് എങ്ങനെയാണ് നിലവിളിക്കാൻ സാധിക്കുന്നത്? ഈ വചനപ്രകാരം അവർ മരിച്ചുപോയി. ആ മരിച്ച വ്യക്തികൾക്ക്, കൊല്ലപ്പെട്ട വ്യക്തികൾക്ക് എങ്ങനെയാണ് നിലവിളിക്കാൻ സാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ ഈ വചനത്തെ എടുത്തുകൊണ്ട് മരണാന്തര അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരുവചനമായിട്ട് എടുക്കും. നമുക്കൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാൻ സാധിക്കും. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് ചർച്ചിൻ്റെ അല്ലാതെ ബാക്കിയുള്ള എല്ലാ സഭകളുടെയും ഇതിൻ്റെ വിവരണം നമ്മൾ നോക്കിയാൽ, ഈ വാക്യത്തിൻ്റെ വിവരണം നോക്കിയാൽ അപ്രകാരമുള്ള ഉപദേശമാണ് നൽകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പം നമുക്ക് ഇതേപോലെ നിലവിളിക്കുന്നു, മരണപ്പെട്ടവർ നിലവിളിക്കുന്നു, നമുക്ക് വേദപുസ്തകത്തിൽ വേറെ എവിടെ കാണാൻ സാധിക്കും? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. കുറേ കാലം കഴിഞ്ഞിട്ട് കെയിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ രണ്ട് വ്യക്തികൾ ഒരേ ദൈവത്തെ യാഗം കഴിക്കാൻ വരുന്നു. ഇത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. അന്ത്യനാളിൽ രണ്ട് കൂട്ടർ ആരാധന ക്രമം കാണും. ഒന്ന് കെയിനെ പോലെ ആരാധിക്കുന്നവർ, ഒന്ന് ആബേലിനെ പോലെ ആരാധിക്കുന്നവർ. നമ്മൾ ആരെ പോലെയാകും നമ്മൾ തീരുമാനിക്കാം. അവർ രണ്ടുപേരും യാഗപീഠത്തെങ്കിൽ അവരുടെ യാഗം സമർപ്പിക്കാൻ. പക്ഷെ ആബേൽ എന്ത് ചെയ്തു? ഒരു മൃഗത്തെ യാഗം കഴിച്ചു. അങ്ങനെ ദൈവത്തെ അനുസരിച്ചു, ദൈവം പറയുന്ന വിധത്തിൽ ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവനെ നീതിമാൻ എന്ന് കണ്ടു. അപ്പോൾ ഈ സംഭവ വികാസത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ആരാധനയും അനുസരണവുമാണ്. ഈ സംഭവത്തെക്കുറിച്ച് എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കൈനിൻ്റെയും ആബേലിൻ്റെയും കഥയിൽ ആബേൽ മരിച്ച ശേഷവും അവൻ്റെ വിശ്വാസം എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അവൻ്റെ വിശ്വാസം എപ്രകാരമാണ് ദൈവം കണ്ടത്? ദൈവം പറയുന്ന വിധത്തിൽ അവൻ ആരാധിച്ചു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമാക്കുന്നു, അവൻ മരിച്ചതിന് ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആബേൽ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നു എന്നല്ല തിരുവചനം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ പ്രവൃത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നീതിമാൻ ആയതുകൊണ്ട്, അവൻ നീതിമാനെന്ന് അവൻ സ്വയം സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ട് അവൻ്റെ മരണത്തിന് ശേഷം തൻ്റെ യാഗം ഇപ്പോഴും നമ്മൾ ഓരോ ക്രിസ്ത്യാനികളോടും സംസാരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബ്രായർ 11:4 സാക്ഷ്യം ലഭിച്ചു. സാക്ഷ്യം എന്ന വാക്യത്തിൻ്റെ മൂലപദം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മർത്തൂരിയ എന്നാണ്. എന്താകുന്നു? മർത്തൂരിയ. മർത്തൂരിയ എന്ന വാക്കിൻ്റെ ആ മർത്തൂരിയ എന്ന വാക്കിലാണ് മാർട്ടർ അല്ലെങ്കിൽ രക്തസാക്ഷി വന്നത്. വാ, അതിനാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആബേൽ ഇവിടെ എന്ത് ചെയ്യുന്നു? അതിനാൽ അവൻ നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. അതിനുശേഷമാണ് ആബേൽ മരണപ്പെടുന്നത്. പക്ഷേ അതിന് ദൈവം സാക്ഷ്യം എന്ന് പറയുന്നു. ആ സാക്ഷ്യം എന്ന് പരിഭാഷപ്പെടുത്തിക്കുന്ന വാക്ക് മർത്തൂരിയ എന്നാണ്. മർത്തൂരിയ എന്ന വാക്കിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാകുന്നു, യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർത്ഥം നമ്മൾ ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനമിട്ടിട്ടുള്ള
മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷിയും സാക്ഷ്യവും തിരുവചന പ്രകാരം ഒന്ന് തന്നെയാണ്. നമ്മൾ എപ്രകാരമാണ് സാക്ഷിയാവുന്നത്? കർത്താവെ യേശു ക്രിസ്തുവിനെ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ. ആബേൽ എന്ത് ചെയ്തു? യഹോവ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചു. അതേപോലെ നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്തു പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സാക്ഷികളാണ്, അല്ലെങ്കിൽ വി ആർ മാർട്ടിയേഴ്സ്. ഇതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ പിന്നെ ഇറങ്ങുന്നതായിരിക്കും ആ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, എന്നാലേ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. അപ്പോൾ ആരെ കൊന്നു? കെയിൻ ആബേലിനെ കൊന്നു. അപ്പോൾ ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും കയീനാകുന്നു. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരാഴമുണ്ട്. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ. ആരിൽ നിന്നുള്ളവനായി? ദുഷ്ടനിൽ നിന്ന്. ആരാണ് ഈ ദുഷ്ടൻ? പിശാച്. കയീനും ആബേലും ജീവിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ ഉള്ളത് ആ കാലത്ത് ഒരു ദുഷ്ടൻ, സാത്താൻ തന്നെയാണ്. അപ്പോൾ ആരിൽ നിന്ന് വന്നവനായിട്ടാണ് കയീനെ കൊന്നത്? അല്ലെങ്കിൽ ആരുടെ പ്രേരണ മൂലമാണ് കയീനെ കൊന്നത്? പിശാചിൻ്റെ പ്രേരണ. അപ്പോൾ പിശാചാകുന്നു ആബേലിനെ കൊന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു അനീതി നടന്നിരിക്കുകയാണ്, നമുക്ക് വാക്കുകളാൽ വിവരിക്കാൻ പറ്റാത്ത. കാരണം ആബേലും കയീനും രണ്ടുപേരും യാഗം കഴിച്ചു. പക്ഷെ ആബേൽ യഥാർത്ഥ വിധത്തിലുള്ള യാഗം കഴിച്ചു. അതുകൊണ്ട് ദൈവത്തിന് അവൻ്റെ മേൽ പ്രസാദം തോന്നി. ഇത് കയീനെ കണ്ടിട്ട് കയീന് സഹിച്ചില്ല. അത് നമ്മൾ വായിച്ചത് 34-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. കാരണം അതോട് അവൻ്റെ ബൈബിളിൽ ഇംഗ്ലീഷ് പറയുന്നത് കൗണ്ടനൻസ് ഫെൽ എന്നാണ്. അവന് സ്വന്തം അനുജനോട് നീരസം തോന്നി. കയീൻ എന്ത് ചെയ്തു? ആബേലിനെ കൊന്നു. അനീതിയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ശരി ചെയ്തത്? ആബേൽ. പക്ഷെ ആരാണ് കൊല്ലപ്പെട്ടത്? അപ്പോൾ എവിടെ നീതി? അപ്പോൾ ഇവിടെ അത് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ അനീതി വിജയിച്ചു, നീതി തോറ്റുപോയി. ഇത് എപ്പോഴെങ്കിലും ഭാവിയിൽ അത് ശരിയായിട്ട് വരണം. അതിനെ തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം ഉൽപ്പത്തി 4:10 ഇപ്രകാരം പറയുന്നു, അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. തിരുവചനം ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നു, ഭൂമിയിൽ നിന്നും ആരുടെ രക്തം എന്നോട് നിലവിളിക്കുന്നു? ആബേലിൻ്റെ. എന്തിനു വേണ്ടി നിലവിളിയാണ്? നീതി നടപ്പാക്കാൻ. കയീൻ തെറ്റ് ചെയ്തു, ആബേൽ ശരി ചെയ്തു. പക്ഷെ ആര് കൊല്ലപ്പെട്ടു? ആബേൽ. അപ്പോൾ അത് അനീതിയാണ്. ഈ അനീതിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം ഉണ്ടാകണം. അതേപോലെ തിരുവചനം നമുക്ക് വീണ്ടും ഒരു കാര്യം കൂടി വ്യക്തമാക്കി തരുന്നു. ആബേലിൻ്റെ രക്തത്തേക്കാൾ കൂടുതൽ നല്ലവണ്ണം സംസാരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ രക്തമാണ്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ, എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലെത്തി നിങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ആരുടെ രക്തം കൂടി ഇവിടെ സംസാരിക്കുന്നു? യേശുവിൻ്റെ രക്തം. ഈ രണ്ട് മരണത്തിൽ ഈ രക്തം തമ്മിലുള്ള സമാനത എന്താണ്? ആബേലും തെറ്റ് ചെയ്തില്ല, ക്രിസ്തുവും തെറ്റും ചെയ്തില്ല. രണ്ടുപേരും അനീതി സഹിക്കേണ്ടി വന്നു, രണ്ടുപേരും കൊല്ലപ്പെട്ടു. അപ്പോൾ രക്തം അവിടെ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താകുന്നു സഹോദരി സഹോദരന്മാരെ? നീതിക്ക് വേണ്ടിയുള്ള വിളി. ഇവിടെ ആബേൽ അവിടെ കിടന്ന് നിലവിളിക്കുന്നു എന്നല്ല തിരുവചനം ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു അവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് നമ്മോട് നിലവിളിക്കുന്നു എന്നല്ല തിരുവചനം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെ മരണം, അവരുടെ രക്തം ഭൂമിയിൽ ചെറിഞ്ഞതുകൊണ്ട് ദൈവത്തിന് ആ രക്തം കണ്ട് തോന്നുന്നത്, ആ രക്തം ദൈവത്തോട്, കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. ഈ അനീതി നീ എത്രത്തോളം സഹിക്കും? നീ എപ്പോൾ ഇതിന് പകരം ചെയ്യും? നീ എപ്പോൾ ഇതിന് ന്യായം വിധിക്കും? ഇതേപോലെ രക്തസാക്ഷികൾ ദൈവത്തിനോട് ന്യായം വിധിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നതാണ് സങ്കീർത്തനം 79. അതിലേക്ക് കടക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങളുടെ ഭവനത്തിലാകുന്ന സമയത്ത് നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ സ്വന്തം പഠനത്തിന് അത് വളരെ നന്നായിരിക്കും.
ഇനിയുള്ള നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാഗപീഠം എന്നാണ് മലയാളം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അൾട്ടറേ ഉള്ളൂ. ഏതായിരിക്കും ഈ അൾട്ടർ? സമാഗമന കൂടാരത്തിൽ 2 യാഗപീഠമുണ്ട്. ഒന്ന് പ്രാകാരത്തിലുമുള്ളതും ഒന്ന് വിശുദ്ധ സ്ഥലത്തുള്ളതും. പ്രാകാരത്തിലുള്ളത് യാഗപീഠമാണ്, അൾട്ടർ ഓഫ് സാക്രിഫൈസ്. വിശുദ്ധ സ്ഥലത്തുള്ളത് അൾട്ടർ ഓഫ് ഇൻസെൻസ് ആണ്, ധൂപപീഠമാണ്. അപ്പോൾ ഇതിൽ ഏത് പീഠത്തിലാണ്, എൻ്റെ കീഴിലാണ് യോഹന്നാൻ ആത്മാക്കളെ കണ്ടത്? ചോദ്യം വ്യക്തമാണോ? ഏത് പീഠത്തിൻ്റെ കീഴിലാണ് യോഹന്നാൻ ആത്മാക്കളെ കണ്ടത്? അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സമാഗമന കൂടാര ശുശ്രൂഷയിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് പോയി പരിശോധിക്കാം എവിടെയായിരിക്കും ഈ യാഗപീഠം. വായിക്കാം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലേക്ക് സുഗന്ധവർഗത്തിൻ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ധൂപപീഠത്തിൽ രക്തം ചെയ്യും, പക്ഷെ അവിടെ ഒഴിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, പുരട്ടുന്നേ ഉള്ളൂ. കാളയുടെ ശേഷരക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗ പീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ഈ ഒഴിച്ചു കളയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രക്തം ചൊരിയപ്പെടുക, കൊന്നുകളയുക എന്നുള്ളതാണ്. ഈ ഹോമയാഗ പീഠം ഈ വചനം അനുസരിച്ച് എവിടെയാകുന്നു? സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ. കാരണം ഈ ഹോമയാഗപീഠം അല്ലെങ്കിൽ യാഗപീഠം സ്ഥിതി ചെയ്യുന്നത് പ്രാകാരത്തിലാണ്. നമ്മൾ സമാഗമന കൂടാരം മനസ്സിലാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലം മാത്രമേ ഉള്ളൂ. അതൊക്കെ എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ വ്യക്തമാണ്. അപ്പോൾ എവിടെയാണ് പ്രാകാരം? പ്രാകാരം നമ്മുടെ ഭൂമിയാണ്. കാരണം ഈ ഹോമയാഗപീഠം വാതിൽക്കലാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലല്ല. ഈ വാക്യവും അത് വ്യക്തമാക്കുന്നു. അത് എവിടെയാണ്? പ്രാകാരത്തിലാണ്. യാഗപീഠം ആരിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നു? ക്രിസ്തുവിൻ്റെ മരണത്തെ കൂടി. ആ ക്രിസ്തു എവിടെ വെച്ചാണ് മരിച്ചത്? ഭൂമിയിൽ. അപ്പോൾ യാഗപീഠം എവിടെയാണ്? ഭൂമിയിൽ. ഈ ആത്മാക്കൾ എവിടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്? യാഗപീഠത്തിൻ്റെ കീഴിൽ. അതെവിടെയാണ്? ഭൂമിയിൽ. അപ്പോൾ ഈ രക്തം സ്വർഗത്തിൽ നിന്ന്, അപ്പോൾ ഇന്ന് ബാക്കി ക്രൈസ്തവ സഭകൾ പഠിപ്പിക്കുന്ന പോലെ ഈ വിശുദ്ധമായ സ്വർഗത്തിൽ പോയി. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം എന്താണ് പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. അല്ല, ഈ രക്തങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആത്മാക്കൾ എന്ന വിഷയം വിശ്വസിക്കുന്ന ക്രൈസ്തവ സഭ എന്ത് ഉത്തരമാണ് ഇതിന് നൽകാൻ സാധിക്കുന്നത്? കാരണം ഒരു വ്യക്തി മരിച്ചാൽ ഒന്നെങ്കിൽ ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും, അവരുടെ വിശ്വാസം അനുസരിച്ച് മരണം കഴിഞ്ഞ ഉടൻ. പക്ഷേ ഇവിടെ ആത്മാക്കൾ എവിടെ തന്നെയാണ്? ആ യാഗപീഠത്തിന് കീഴിലാണ്. ആ യാഗപീഠം എവിടെയാണ്? പ്രാകാരം. പ്രാകാരം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂമി. അപ്പോൾ ചില കാര്യങ്ങൾ ഇവിടുന്ന് വായിക്കാം. അപ്പോൾ രക്തം ഒഴിക്കപ്പെടുന്നത് യാഗപീഠത്തിന് കീഴിൽ മാത്രമാണ്. ധൂപപീഠത്തിൽ രക്തം എന്ത് ചെയ്യും? പുരട്ടുക മാത്രമേ ഉള്ളൂ. അവിടെ ധൂപവർഗമാണ് അവിടെ യാഗമായിട്ട് സമർപ്പിക്കുന്നത്. ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ നീതിമാന്മാരുടെ ജീവൻ എടുക്കുന്നു. അതുമാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ആ വാക്യത്തിൽ നമ്മൾ ആ വെളിപ്പാട് പ്രചരണം നോക്കുകയാണെങ്കിൽ അറുക്കപ്പെട്ട ആത്മാക്കൾ. അപ്പോൾ എന്താവുന്നു ഈ അറുക്കപ്പെട്ട ആത്മാക്കൾ സൂചിപ്പിക്കുന്നത്? വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആരാണ് അറുക്കപ്പെട്ടതായിട്ട് കാണുന്നത്? ലോകസ്ഥാപനം മുതൽക്കേ അറുക്കപ്പെട്ട കുഞ്ഞാണ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ്. ക്രിസ്തുവിന് വേണ്ടി അനീതിയായിട്ട് ശരി ചെയ്തതുകൊണ്ട് യാഗം ആയി മാറി. അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ യാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രിസ്തുവിൻ്റെ യാഗം എവിടെയായിരുന്നു? ഈ ഭൂമിയിലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതൊരിക്കലും സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭവ വികാസത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഈ ആത്മാവും രക്തവും തമ്മിൽ വളരെയധികമായിട്ടുള്ള ബന്ധമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മനുഷ്യൻ ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് തിരുവചനം. അത് ഞാൻ വായിക്കുന്നില്ല.
ഇംഗ്ലീഷ് വേദപുസ്തകം അനുസരിച്ച് ഹി ബിക്കേം എ ലിവിങ് സോൾ എന്നാണ്. അല്ലാതെ മാൻ ഗോട്ട് എ ലിവിങ് സോൾ അല്ലെങ്കിൽ മാൻ ഹാവ് എ ലിവിങ് സോൾ എന്നല്ല. മനുഷ്യനൊരു ജീവിക്കുന്ന ആത്മാവ് ലഭിച്ചു എന്നോ മനുഷ്യനെ കിട്ടിയെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യനിൽ ഉള്ളിൽ ജീവിക്കുന്ന ആത്മാവ് ഉണ്ടെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് മനുഷ്യൻ തന്നെ ഒരു ജീവനുള്ള ആത്മാവായി മാറി. അതാണ് ജീവിക്കുന്ന ദേഹിയെ മാറി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് നെഫേഷ് എന്നാണ്. എന്താകുന്നു? നെഫേഷ്. വേറെ എവിടെയെല്ലാം ആത്മാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം സോൾ എന്ന വാക്ക് നെഫേഷ് ആയിട്ട് ബന്ധിപ്പിക്കുന്നു. അത് പഴയ നിയമ പുസ്തകമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമം എഴുതിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയാണ്. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്കാണ്. ഒരു നെഫേഷിൻ്റെ ഒരു പര്യായം എന്ന് പറയുന്നത് സൈക്കെ എന്നുള്ള വാക്കാണ്. എന്ത് വാക്കാണ്? സൈക്കെ. ഈ സൈക്കെ എന്ന വാക്കും വേദപുസ്തകത്തിൽ പലയിടത്തും ആത്മാവ് എന്നാണ് പറയുന്നത്. എന്താകുന്നതാണ്? അത് രണ്ടും പര്യായങ്ങളാണ്. ഇനി ഇത് നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ നമുക്ക് ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം ഒരു കാര്യം വ്യക്തമാക്കുന്നു. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്ന ആത്മാക്കൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം എന്ന് പറയുന്നത് സൈക്കെ എന്നാണ്. സൈക്കയും അത് യവന ഭാഷയാണ്, ഗ്രീക്ക് ഭാഷയാണ്. എബ്രായ ഭാഷയിൽ ഹീബ്രു ഭാഷയായ നെഫേഷ് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, പര്യായങ്ങളാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ബോയ്, മലയാളത്തിൽ ആൺകുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കാം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ഇവിടെ മാംസത്തിൻ്റെ ജീവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിൻ്റെ മൂലപദം എന്ന് പറയുന്നത് നെഫേഷ് ആകുന്നു. നമ്മൾ നേരത്തെ വായിച്ച വാക്യം അനുസരിച്ച് യാഗപീഠത്തിൻ്റെ കീഴിൽ എന്താകുന്നു? രക്തം. ആ രക്തം ആബേലിന് മുതൽ അങ്ങോട്ട് വരെ എല്ലാം നമ്മോട് നിലവിളിക്കുന്നു. ആബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു, ക്രിസ്തുവിൻ്റെ രക്തവും നിലവിളിക്കുന്നു. കാരണം ക്രിസ്തുവും നമുക്ക് വേണ്ടിയുള്ള കുഞ്ഞാട്, ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായി സ്വന്തം ജീവന് യാഗപീഠത്തിൽ വെടിഞ്ഞവൻ തന്നെയാകുന്നു. അപ്പോൾ ആത്മാക്കൾ അവിടെ നിന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൈക്കെ എന്നാണ്. ആബേലിന്റെ രക്തം ഭൂമിയിൽ നിലവിളിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാകുന്നു ഇവിടെ പറയുന്ന ആത്മാക്കൾ നിലവിളിക്കുന്നു. ഒരർത്ഥത്തിൽ അവരുടെ രക്തമാകുന്നു ഭൂമിയിൽ നിന്നും നിലവിളിക്കുന്നു. വ്യക്തമായോ? കാരണം ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നെഫേഷാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം, ക്ഷമിക്കണം, അവിടെ വെച്ച് സൈക്കെ എന്നാണ്. സൈക്കയുടെ ഹെബ്രായ പരിഭാഷ എന്ന് പറയുന്നത് നെഫേഷ് ആയിരിക്കണം. ഇവിടെ ലേവ്യ പുസ്തകം 17-11 മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെ നിന്ന് തന്നെയാണ് ഈ ആത്മാക്കളുടെ നിലവിളി വരുന്നത്? അവരുടെ രക്തത്തിൽ നിന്നാണ്. അവിടെ രക്തം എവിടെയാകുന്നു? യാഗപീഠത്തിങ്കൽ. യാഗപീഠം എവിടെയാണ്? ഭൂമിയിൽ. ഭൂമിയിൽ നിന്നും വിശുദ്ധന്മാരുടെ രക്തസാക്ഷികളുടെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നു. ഇപ്പോൾ ഇത് വ്യക്തമായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് അവർ രക്തസാക്ഷികളായത്? നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. വെളിപ്പാട് പ്രവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി 2 കാരണം കൊണ്ടാണ് അവർ രക്തസാക്ഷികളായത്. ഒന്ന് വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവവചനം, പിന്നെ ഫോർ ദ ടെസ്റ്റിമണി ദേ ഹെൽഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞ സാക്ഷ്യം നിമിത്തം. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും അതേപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളതാണ്. പിന്നെ ടെസ്റ്റിമണി എന്ന് പറയുന്നത്, സാക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതം. യാക്കോബിന്റെ ലേഖനം നമുക്ക് വ്യക്തമാക്കുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നു. പക്ഷെ എല്ലാ വിശ്വാസ വീരന്മാരും ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നു. അബ്രഹാം തന്റെ ദേശം വിട്ട് വെളിയിലിറങ്ങി. നോഹ പെട്ടകം പണിതു.
അപ്പോൾ എല്ലാ വ്യക്തികളും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി കാണിക്കുന്നത് അവരുടെ വിശ്വാസമാണ്. ഈ പ്രവൃത്തിയാലല്ല അവൻ നീതീകരിക്കപ്പെട്ടത്. ഈ നോഹ പെട്ടകം പണിതുകൊണ്ടല്ല അവൻ രക്ഷ പ്രാപിച്ചത്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം അവൻ്റെ പ്രവൃത്തിയിൽ കണ്ടു. ഇത് പ്രവൃത്തി ചെയ്യുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാം? അവരുടെ പ്രവൃത്തിയാണ്. അവരുടെ പ്രവൃത്തിയാണ് സാക്ഷ്യം പറയുന്നത്. എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, എൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ ഓരോ വ്യക്തിയെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമ്മുടെ പ്രവൃത്തി. അപ്പോൾ രണ്ട് കാര്യം ഉണ്ടായിരുന്നു. അവർക്ക് ദൈവത്തിന് വചനം ഉണ്ടായിരുന്നു. ആ വചനം കൊണ്ട് അവർ ചുമ്മാ ഇരുന്നില്ല, ആ വചനം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിരുന്നു. അവരുടെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. അത് തന്നെയല്ലേ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ലേഖനമാണ്. യു ആർ ദി ലിവിങ് എപ്പിസ്റ്റൽസ്. മാർട്ടിൻ എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ഇവിടെ ഞാൻ വീണ്ടും അത് കൊണ്ടുവരുന്നു. മാർട്ടിൻ എന്ന വാക്കിനും സാക്ഷി നൽകുന്ന എന്ന വാക്കിൻ്റെയും ഒരേ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു മൂലപദത്തിൽ നിന്നാണ് വരുന്നത്. മർട്ടുരിയ എന്ന മൂലപദത്തിൽ നിന്നാണ് വരുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇത് തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യവചനം ഹേതുവായിട്ടും അവർ സാക്ഷികളായി, അല്ലെങ്കിൽ അവർ രക്തസാക്ഷികളായി. മലയാളത്തിൽ നമുക്കറിയാം സാക്ഷി, രക്തസാക്ഷി, മാർട്ടിയർ. മലയാളത്തിൽ നമുക്ക് അർത്ഥം നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ തമ്മിലെ ബന്ധം. കാരണം രക്തം കൊണ്ട് അവർ സാക്ഷീകരിച്ചു. അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസം അവരുടെ ഹൃദയത്തിന് എത്ര പ്രിയപ്പെട്ടാണ്. ഇന്ന് നമ്മൾ സാക്ഷികളാകുന്നുണ്ടോ? ഞാൻ സാക്ഷിയാണോ? എൻ്റെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സാക്ഷിയാണോ? എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ഇതേപോലൊരു ഉപദ്രവകാലം, പീഡനകാലം വരുന്നുണ്ട്. നമ്മൾ രക്തസാക്ഷികളാകാൻ പോകുന്ന കാലം. ആ കാലഘട്ടത്തിൽ നമുക്ക് രക്തസാക്ഷികളാകാൻ സാധിക്കില്ല. നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയും. യൂദാസ് ചെയ്തതുപോലെ, മാറ്റം വരുന്നതിന് മുൻപുള്ള പത്രോസ് ചെയ്തതുപോലെ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും. കാരണം മർട്ടൂരി എന്ന വാക്ക് തന്നെയാണ് രക്തസാക്ഷികൾക്കും സാക്ഷികൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതം ഇപ്പോഴേ നമ്മുടെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ക്രിസ്തുവിനെ ബലിഫലിച്ചില്ല എങ്കിൽ നമ്മൾ വെളിപ്പാട് 12:11 പറയുന്ന പോലെ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. അത് കാണിക്കുന്ന അവർക്ക് ദൈവം എത്രത്തോളം പ്രിയപ്പെട്ടാണ്. ഒന്നിനു വേണ്ടിയും അവർ ക്രിസ്തുവിനെ വിട്ടുകൊടുത്തില്ല. ഇന്ന് ഇതേ അനുഭവം നമുക്ക് വേണം. അപ്പോൾ യഥാർത്ഥ രക്തസാക്ഷികൾ എന്ത് ചെയ്യുന്നു? മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ലേ. നമ്മൾ ഇന്നലത്തെ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഡെത്ത് ബിഫോർ ഡിസോണർ. മരിക്കാൻ പോലും അവർക്ക് പ്രശ്നമില്ല. അവരുടെ വിശ്വാസം, അവരുടെ സാക്ഷ്യം മുറുകെ പിടിക്കാൻ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ലോകത്തെ അതിജീവിക്കാൻ പോകുന്നത് അവൻ്റെ രക്തവും നമ്മുടെ രക്തസാക്ഷികളായിട്ടാണ് നമ്മൾ ഈ ലോകത്തെ അതിജീവിക്കാൻ പോകുന്നത്. രക്തസാക്ഷികളാകണമെങ്കിൽ ഇപ്പോഴേ ചെറിയ കാര്യത്തിൽ നമ്മൾ അവൻ്റെ സാക്ഷികളാകണം. മരണപര്യന്തം നമ്മൾ പ്രാണനെ സ്നേഹിക്കാനും പാടില്ല. ക്രിസ്തുവിന് വേണ്ടി എന്നും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 20-ാം വാക്യത്തിലും സ്തെഫനോസിന്റെ കാര്യം നമുക്കറിയാം. സ്തെഫനോസ് ആരാണ്? സ്തെഫനോസ് ഒരു രക്തസാക്ഷിയായിരുന്നു. അതെ. തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയാണോ ജീവൻ കൊടുത്തത്? അതെ. ഇനി വാക്യം വായിക്കുക. ഞാൻ പറയുന്നത് ചുമ്മേലെ തിരുവചനത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 20-ാം വാക്യം. നിന്റെ സാക്ഷിയായ സ്തെഫനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു അരികെ നിന്നു. അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ. നിന്റെ സാക്ഷിയായ സ്തെഫനോസിന്റെ രക്തം. പക്ഷെ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താകുന്നു? ആൻഡ് വെൻ ദ ബ്ലഡ് ഓഫ് ദൈ മാർട്ടിയർ സ്റ്റീഫൻ. അപ്പോൾ സാക്ഷി എന്ന് പറയുന്നതും രക്തസാക്ഷി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. സ്തെഫനോസ് മരിച്ചത് ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ്. ഇനി ആഴത്തിലേക്ക് ഈ
ആത്മാക്കൾ എന്തിനു വേണ്ടിയാണ് സ്വന്തം ജീവിതം കൊടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമുള്ളൂ 2 കാര്യങ്ങൾ. ഒന്ന് ദൈവത്തിൻ്റെ വചനവും, ഒന്ന് ടെസ്റ്റിമണി ഓഫ് ജീസസ് ആണ്, കർത്താവിൻ്റെ സാക്ഷികളായിട്ട്. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ദർശനം കണ്ട് യോഹന്നാന്റെ ജീവിതം കൂടി ഒന്ന് പരിശോധിക്കണം. ആ യോഹന്നാന്റെ ജീവിതത്തെക്കുറിച്ച് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന എലൻ ജി വൈറ്റ് എഴുതിയ പുസ്തകത്തിൽ 569 പുറത്തിൽ ഇപ്രകാരം പറയുന്നു. Acts of Apostles 569 പുറം. John answered for himself in a clear and convincing manner and with such simplicity and candor that his word has had a powerful effect. അതിനുള്ള യോഹന്നാനുള്ള ഉത്തരം എന്ന് പറയുന്നത് വളരെ വ്യക്തവും ആർക്കും മനസ്സിലാക്കത്തക്കവണ്ണമുള്ളതും ലളിതമായതും ശക്തിയോടും കൂടിയുള്ളതായിരുന്നു. അവൻ്റെ വാക്കുകൾക്ക് വളരെ ശക്തി ഉണ്ടായിരുന്നു. His hearers were astonished at his wisdom and eloquence. അവൻ്റെ കേൾവിക്കാരെല്ലാവരും അതിശയിച്ചു പോയി അവൻ്റെ ജ്ഞാനത്തിലും അവൻ്റെ വാക്ചാരിത്രത്തിലും. But the more convincing his testimony, the deeper was the hatred of his opposers. അവൻ്റെ സാക്ഷ്യം എത്രത്തോളം ബാക്കിയുള്ളവർക്ക് അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു, അത്രത്തോളം അവനെ എതിർക്കുന്നവർ അവൻ്റെ ശത്രുക്കളെ മാറി. സ്തെഫനോസിൻ്റെ കാലഘട്ടത്തിൽ ഇത് തന്നെയായിരുന്നു, ആബേലിൻ്റെ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു. എത്രത്തോളം അവരുടെ ജീവിതം, സ്തെഫനോസിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ആബേലിൻ്റെ ജീവിതം, ഇവരുടെ ജീവിതമെല്ലാം എത്രത്തോളം ലോകത്തിൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നോഹയുടെ ജീവിതം, എബ്രായർ ലേഖനത്തിൽ പറഞ്ഞത് അവൻ പെട്ടെന്ന് പഴുതു ആ പ്രവൃത്തിയോട് അവൻ ലോകത്തെ കുറ്റം വിധിച്ചു എന്നാണ്. എന്താണ് കുറ്റം വിധിക്കുന്നത്? എന്താണ് ബാക്കിയുള്ളവരെ ചൊടിപ്പിക്കുന്നത്? എന്താണ് നമ്മുടെ മേൽ ഉപദ്രവം കൊണ്ടുവരുന്നത്? നമ്മുടെ സാക്ഷീകരണമാണ്. സാക്ഷീകരണം വാ കൊണ്ട് പറയുന്നത് മാത്രമല്ല, നമ്മൾ ജീവിച്ച് കാണിക്കുന്നു. നമുക്ക് എന്തുകൊണ്ടൊന്നും ഉപദ്രവമില്ല? നമ്മൾ നോഹയെ പോലെയല്ല, യേശുക്രിസ്തുവിനെ പോലെയല്ല, സ്തെഫനോസിനെ പോലെയല്ല, ആബേലിനെ പോലെയല്ല. പറയുന്നതൊന്ന്, നമ്മുടെ ജീവിതം വേറൊന്ന്. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ കാണിക്കുമ്പോൾ ലോകം നമുക്കെതിരെ തിരിയും. ഇത് പിന്നെ അത് പറയുന്നത് ഡൊമിനേഷൻ്റെ രാജാവിന് കൂടുതൽ ഇതിക്കുള്ള ദേഷ്യം കൊണ്ടുവന്നു. അതിന് എന്ത് ചെയ്തു? യോഹന്നാനെ ഒരു വലിയ പാത്രത്തിൽ തിളയ്ക്കുന്ന എണ്ണയിൽ അവനെ ഇട്ടു കൊല്ലാൻ വേണ്ടി. യോഹന്നാനൊന്നും സംഭവിച്ചില്ല. അന്ന് 3 യൗവനക്കാരെ ആ എരിയുന്ന തീച്ചുകളിൽ സംരക്ഷിച്ചതുപോലെ യോഹന്നാനെ സംരക്ഷിച്ചു. അതിനുശേഷം അവന് കൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ അവന് നമുക്ക് എന്ത് ചെയ്യാം? നാട് കടത്താം. അങ്ങനെയാണ് അവന് പത്മോസ് ദ്വീപിലേക്ക് അയക്കുകയും അവിടെ ഈ വെളിപ്പാട് ദർശനം യോഹന്നാന് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 5ാമത്തെ മുദ്രയ്ക്കും വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായത്തിലെ ചെറിയ പുസ്തകം, ഈ ചെറിയ പുസ്തകമാണല്ലോ, അല്ലെങ്കിൽ ലിറ്റിൽ സ്ക്രോള് ആണല്ലോ അകത്തും പുറത്തുമായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ്. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ പുറം 59 60 ഇപ്രകാരം പറയുന്നു. In the 30th century was established the most terrible of all engines of the papacy, the Inquisition. 13-ാം നൂറ്റാണ്ടിലാണ് പാപ്പാത്വത്തിൻ്റെ ഏറ്റവും ദുഷ്ടതയുള്ള ഒരു പ്രവർത്തന ശൈലി അവർക്കുണ്ടായിരുന്നത്. അതിൻ്റെ പേരാണ് ഇൻക്വിസിഷൻ. അവർക്ക് നേരെ തിരിയുന്ന എല്ലാ വ്യക്തികളെയും കൊല്ലുന്നത് ക്രൂരമായ മാർഗത്തിലൂടെ. The Prince of Darkness wrote with the leaders of the papal hierarchy in their secret councils. Satan and his angels controlled the minds of evil men, while unseen in the midst stood an angel of God, taking the fearful record of the inquisious degree and writing the history of deeds too horrible to appear to human eyes. അപ്പോൾ എന്ത് ചെയ്യും? ഈ വ്യക്തികളെല്ലാവരും രഹസ്യത്തിൽ കൂടും. അവിടെ പിശാചുമുണ്ട്, അവൻ്റെ ദൂതന്മാരുമുണ്ട്, അവരുടെ മനസ്സിനെല്ലാം നിയന്ത്രിക്കുകയാണ്. ഇതെല്ലാം അവരെങ്ങനെ കൊല്ലണം, ആരെ കൊല്ലണം, എപ്രകാരം കൊല്ലണം എന്നുള്ള റെക്കോർഡ്സ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അവർ ഏത് സമയത്ത് അവിടെ ആദ്യം കൂടെ ഉണ്ട്. എല്ലാവരും കണ്ണിന് അദൃശ്യമായി ദൈവത്തിന് ദൂതൻ ഇതെല്ലാം അവരുടെ എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തുന്നു. ഈ രേഖപ്പെടുത്തിയ പ്രവൃത്തികൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ അത്രത്തോളം വലിയ ക്രൂരതയാണ്. Babylon the Great was drunken with the blood of saints. മഹതിയാം ബാബിലോൺ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്രയെ തീർന്നു.
The mangled forms of millions of martyrs cry to God for vengeance. ജീവനറ്റ വിശുദ്ധന്മാരുടെ രക്തസാക്ഷികളുടെ ശരീരം ദൈവത്തോട് നിലവിളിക്കുന്നു അവരുടെ ജീവന് പ്രതികാരം ചെയ്യാൻ. ഇതല്ല അഞ്ചാമത്തെ മുദ്ര. അഞ്ചാമത്തെ മുദ്ര നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് നമുക്ക് അഞ്ചാമത്തെ മുദ്രയെക്കുറിച്ച് വിവരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ അഞ്ചാമത്തെ മുദ്രയുടെ കാലഘട്ടം എന്താണ്? പാപ്പാത്വം ഈ 1260 വർഷം ചെയ്ത ദുഷ്ടത, ആ സമയത്ത് കൊന്ന വിശ്വാസികളുടെയും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ 61ാമത്തെ പോർ 62ാമത്തെ പോർ അത് തുറന്നു പോകുന്നു. ദി ഹിസ്റ്ററി ഓഫ് ഗോഡ്സ് പീപ്പിൾ ഡ്യൂറിംഗ് ദി ഏജ് ഓഫ് ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് അപ്പോൺ ദി റോമൻ supremacy is written in heaven, but they have a little place in human records. Few traces of the existence can be found. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഈ റോമ അവരുടെ കോഡ്സ് എല്ലാം ഇതേപോലെ ഹെറിറ്റിക്സ് അല്ലെങ്കിൽ മതവിരുദ്ധന്മാർ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ നിൽക്കാത്തവർ, തിരുവചനത്തിന്റെ വിശ്വാസത്തിൽ ഉറക്കുന്നവർ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നടക്കുന്നവർ, ഇവരെല്ലാവരെയും അവരുടെ കോടതികളിൽ അവരെല്ലാം വാദിച്ചു. അവരെ അവർ കുറ്റക്കാരാണെന്ന് അവർ വിധിച്ചു. എന്നിട്ട് അവർക്കുള്ള ശിക്ഷ എല്ലാം രേഖകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ രേഖകളെല്ലാം അവർ തന്നെ നശിപ്പിച്ചു. കാരണം ലോകം ഇതറിയാൻ പാടില്ല. പക്ഷേ അവരെത്രത്തോളം നശിപ്പിച്ചാലും, ഞാൻ നേരത്തെ വെച്ച കൊട്ടേഷൻ പോലെ ദൈവത്തിന് ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ സകലവും രേഖപ്പെടുത്തി. അത് ഇന്ന് സ്വർഗത്തിലുണ്ട്. It was the policy of Rome to obliterate every trace of dissent from her doctrines or decree. ഇത് റോമക്കാരുടെ ഒരു പോളിസി ആയിരുന്നു. അവരുടെ എതിരെയുള്ള എല്ലാ അഭിപ്രായ ഭിന്നതകളും അവരുടെ ഉപദേശത്തിൽ നിന്നും അവരുടെ കൽപ്പനകളെല്ലാം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ. എവറിത്തിങ് ഹെറിറ്റിക്കൽ ബൈ ദ പേഴ്സണൽ റൈറ്റിംഗ് ഷി സോട്ട് ടു ഡിസ്ട്രോയ്. അതൊരു വ്യക്തി ആയിക്കോട്ടെ, എന്തെങ്കിലും എഴുത്തായിക്കോട്ടെ, അത് നശിപ്പിക്കാൻ ശ്രമിച്ചു. എക്സ്പ്രഷൻ ഓഫ് ഡൗട്ട് ഓർ ക്വസ്റ്റ്യൻ ആസ് ടു ദി അതോറിറ്റി ഓഫ് ദി പേപ്പൽ ഡോഗ്മ were enough to forfeit the life of rich or poor, high or low. റോമൻ ഇവിടെ പറയുന്നത് എന്തെങ്കിലും ഒരു സംശയം പേപ്പൽ ചർച്ച എന്ന് പഠിപ്പിച്ച ഉപദേശത്തിൽ മതി, അതിലൊരു സംശയത്തിൻ്റെ ഒരു ചെറിയൊരു പുറമേ നമ്മൾ കൊടുക്കുന്ന അടയാളം മതി, നമുക്ക് ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെടും. ആ കാലഘട്ടത്തിൽ പേപ്പൽ കൗൺസിൽ ഡിക്രീഡ് ദ ബുക്ക് ആൻഡ് റൈറ്റിംഗ് കണ്ടെയ്നിങ് സച്ച് റെക്കോർഡ് ഷുഡ് ബി കമ്മിറ്റഡ് ടു ഫ്ലെയിംസ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ രേഖകളെല്ലാം അവർ തീ കത്തിച്ച് നശിപ്പിക്കുമായിരുന്നു. ഞാൻ കോട്ടയത്തിൽ പിന്നെ കൂടുതൽ വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങുന്നത് തന്നെയാണ് ആ ചെറിയ ചുരുൾ, ആ അകത്തും പുറത്തും മുദ്രയിടുന്ന ചുരുൾ. 7 മുദ്രകൾക്ക് ശേഷം അത് തുറക്കുകയും 1000 ആണ്ടിന് ശേഷം ഈ പാപ്പാത്രം ഉള്ള എല്ലാ പുരോഹിതന്മാരും, ആ കാലഘട്ടത്തിൽ കൊന്ന പുരോഹിതന്മാരും, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വിശ്വാസികളെ നശിപ്പിക്കാൻ പോകുന്ന പുരോഹിതന്മാരും, അവരുടെ വ്യക്തികൾ എല്ലാവരും അവരുടെ തെറ്റുകളെ മനസ്സിലാക്കും. അവർ അന്ന് സമ്മതിക്കും, നമ്മളായിരുന്നു തെറ്റുകാർ, അല്ല ദൈവത്തിൻ്റെ മക്കളല്ല. ഇത് തന്നെയാണ് ഗ്രേറ്റ് കോൺട്രവേഴ്സിയിൽ പറയുന്നത്. ഞാൻ പെട്ടെന്ന് വായിക്കാം. There outside the New Jerusalem after the millennium, അവിടെ പുതിയ യെരുശലേം നഗരത്തിന്റെ വെളിയിൽ ഇത് ഒരു 1000 വർഷത്തിന് ശേഷം ആർ പേപ്പിസ്റ്റ്, പ്രീസ്റ്റ് ആൻഡ് പ്രിലേറ്റ്സ്, പാപ്പാത്വത്തിന് പുരോഹിതന്മാരും അവരുടെ കൂടെയുള്ളവരും, who claim to be Christ ambassadors yet employ the rack, the dungeon and stake to control the conscience of his people. അവർ ക്രിസ്തുവിന്റെ പ്രതിനിധികളിൽ നിന്ന് ഭൂമിയിൽ അവകാശപ്പെട്ടിട്ട് അവർ കാരാഗ്രഹങ്ങളും തീ കത്തിച്ച് കൊല്ലുന്നതും ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവർ ഉപയോഗിച്ചു. They are proud pontiffs who exalted themselves above God and to proceed to change the law of the Most High. ഗർവമുള്ള അഹങ്കാരികളായ പോപ്പുകളും അല്ലെങ്കിൽ പോണ്ടിഫ്സും ഉണ്ടായിരുന്നു. അവർ ദൈവത്തെക്കാൾ സ്വയം ഉയർത്തി അവർക്ക് ദൈവത്തിന്റെ നിയമത്തെ മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. Those pretended fathers of the church have an account to render to God from which they could fain be excused. അവർക്ക് എല്ലാവർക്കും ദൈവത്തിന് കണക്ക് പതിപ്പിക്കേണ്ടി വരും. അവർ ചിന്തിച്ചേക്കാം, ഇപ്പോൾ ലോകമൊന്നും അത് ഓർക്കുന്നില്ല, ഈ നൂറ്റാണ്ടുകളിൽ അവർ ചെയ്ത ക്രൂരത ലോകം ഓർക്കുന്നില്ല, ഇന്ന് അതിന് തെളിവുകളില്ല, ആ തെളിവുകളെല്ലാം അവർ നശിപ്പിച്ചു. പക്ഷെ ദൈവം പറയാണ് അതിന് തെളിവുകളുണ്ട്, അത് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 5 മുതൽ കണ്ട രക്തസാക്ഷികൾ ദൈവത്തോട് നിലവിളിക്കുന്നു, നീ എപ്പോൾ പ്രതികാരം ചെയ്യും? ദൈവത്തിന്റെ സമയത്ത് പ്രതികാരം ചെയ്യുമെന്ന് ഈ വാക്യങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്നു.
Too late, they are made to see the omniscient one is jealous of his law and that he will no wise clear the guilty. വളരെ വൈകിയാണ്. ദൈവം ഒരിക്കലും അവൻ്റെ നിയമത്തെ മാറ്റില്ല എന്നും അതിൽ തീക്ഷ്ണതയുള്ളതാകുന്നെന്നും ഈ കുറ്റക്കാരിൽ നിന്ന് ആ കുറ്റത്തിൽ നിന്ന് അവരൊരിക്കലും വിമുക്തി നൽകില്ല എന്നും അവർ മനസ്സിലാക്കിയത് വളരെ വൈകിയായിരുന്നു. They learn now that Christ identifies his interest with that of a suffering people. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ക്രിസ്തു അന്ന് അവർ തീ കത്തിച്ച് കൊന്ന ജനത്തോട് കൂടെയായിരുന്നു. അവരുടെ കൂടെ ദൈവം വിഷമിച്ചു വന്നു. അപ്പോൾ ദൈവജനത്തിന് എതിരെ ഈ ഇരുണ്ട കാലയുഗത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇന്ന് സ്വർഗത്തിലെ രേഖകളിലുണ്ട്. ഇതൊരിക്കൽ എല്ലാവരുടെ മുമ്പാകെ തോർക്കും. ആ സമയത്ത് ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഒടുക്കിയ അനീതിയോട് കൊന്നൊടുക്കിയ എല്ലാവർക്കും പകരം ലഭിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം, ക്രിസ്തുവിനെ ന്യായം വിധിച്ചത് അന്ന് യഹൂദന്മാർക്കുണ്ടായ സകല നിയമത്തിനുമെതിരായിരുന്നു. കാരണം പകല സൂര്യൻ ഉദിക്കുന്ന മുമ്പെയാണ് ചെയ്തത്. ക്രിസ്തുവിനെതിരെ കുറ്റം ചുമത്തിയതോ കള്ള സാക്ഷികൾ കൊണ്ട്. നമ്മൾ സുവിശേഷം വായിച്ചാൽ മനസ്സിലാവും. ഇതേപോലെയാണ് ദൈവജനത്തിന്റെ ഇരുണ്ട കാലയുഗത്തിലും കള്ള സാക്ഷികൾ ഉപയോഗിച്ച് അവർക്ക് തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ചുമത്തി ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഭൂമിയിലുള്ള കോർട്ടിൽ നിന്നും, ഭൂമിയിലുള്ള കോടതി മുറിയിൽ നിന്നും, ഭൂമിയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിന്നും അവർക്ക് നീതി കിട്ടിയില്ല. ആ നീതി വ്യവസ്ഥ അനുസരിച്ച് ദൈവത്തിന് ജനം കുറ്റക്കാരാണ്. പക്ഷെ ദൈവം ഇത് തിരുത്തും. ദൈവം ഈ പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ പുരോഹിതന്മാരും എല്ലാം കുറ്റക്കാരായിട്ട് വെച്ചിട്ട് അവർക്ക് നിത്യമായ ശിക്ഷ ലഭിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് നിത്യമായ രക്ഷ ലഭിക്കും. അവർ ആ സമയത്ത് സമ്മതിക്കും അവർക്ക് തെറ്റ് സംഭവിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയുള്ള ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ശ്രമിക്കണം. അടുത്ത എപ്പിസോഡിൽ തുടരാം. ഒരു കാര്യം ഇന്നത്തെ പാഠത്തിൽ ഉൾക്കൊള്ളുക, ദൈവം നമുക്ക് പകരം ചെയ്യും. ഈ ഭൂമിയിൽ നമുക്ക് അനീതി നേടേണ്ടി വന്നാലും ദൈവം പകരം ചെയ്യും. പക്ഷെ നമ്മൾ സാക്ഷികളാകണം. സാക്ഷിയും രക്തസാക്ഷിയും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ചെറിയ കാര്യങ്ങൾ ഞാൻ ദൈവത്തെ സാക്ഷിയാകുകയാണെങ്കിൽ രക്തസാക്ഷി ആകേണ്ട സമയത്തും എനിക്കൊരു മടി ഉണ്ടാകുകയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വഞ്ചിക്കുക നമ്മളെ. ഇപ്പോൾ എനിക്ക് പറ്റത്തില്ല, പക്ഷേ ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യും. ആ ഭാവി ഒരിക്കലും വരത്തില്ല. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളെ വാദപ്പെട്ട പിതാവേ, നിന്റെ കരങ്ങളെ അടിയങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, ഇന്ന് അടിയങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ അടിയങ്ങൾ യഥാർത്ഥ സാക്ഷികളാകാൻ നോഹയുടെ ജീവിതം കൊണ്ട് ലോകത്തെ കുറ്റം ചുമത്തി, സ്തെഫനോസിന്റെ ജീവിതം കൊണ്ട് ലോകത്തെ കുറ്റം ചുമത്തി, ക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട് ലോകത്തെ കുറ്റം ചുമത്തി, ആബേലിന്റെ ജീവിതം കൊണ്ട് ലോകത്തെ കുറ്റം ചുമത്തി. ഇന്ന് നമുക്ക് ഉപദ്രവമില്ലാത്തത് നമ്മുടെ ജീവിതം അതിൽ പ്രകാരമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനവും നമുക്ക് സാക്ഷ്യവും ഇല്ലാത്തതുകൊണ്ടാണ്. ആ അനുഭവത്തിന് മാറ്റമുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിലെ അല്പമായിട്ടുള്ള കാര്യങ്ങളിൽ അടിയങ്ങൾ വിശ്വസ്തരായിട്ട് ഇരിക്കുവാനും അങ്ങനെ രക്തസാക്ഷി ആകേണ്ടി വരുന്ന സമയം വന്നാലും ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളാകാനും മരണപര്യന്തം നമ്മൾ ജീവനെ സ്നേഹിക്കാത്ത അവസ്ഥയിലേക്ക് അടിയങ്ങളെ ചെന്ന് കൊണ്ട് എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ.